പൊന്നാനി തീരദേശ മേഖലയിൽ പോലീസ് UDF പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കുകയാണെന്ന് KPCC സെക്രട്ടറി KP നൌഷാദ് അലി. Majestic Jewelers, Tirur, Gold, Diamonds, Silver and Watches, celebrating 50 years. പൊന്നാനിയിൽ ആഹ്ലാദ പ്രകടനവുമായി ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ട സംഭവത്തെ തുടർന്ന് പോലീസ് UDF പ്രവർത്തകരെ വേട്ടയാടുകയാണെന്ന് KPCC സെക്രട്ടറി KP നൌഷാദ് അലി പറഞ്ഞു. CPM UDF പ്രവർത്തകർക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളെ പോലീസ് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. UDF പ്രവർത്തകരുടെ വീടുകളിൽ കയറി സ്വൈര്യജീവിതം തകർക്കുകയാണ്. ഇതിനുള്ള തിരിച്ചടി തീരദേശ ജനത നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊന്നാനി മുനിസിപ്പാലിറ്റിയുടെ തീരദേശ മേഖലയിൽ ഐക്യ ജനാധിപത്യ മുന്നണി വലിയ നിലയിൽ നില മെച്ചപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ കഴിഞ്ഞുപോയത്. അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 3 സീറ്റിൽ മത്സരിച്ച് 2 സീറ്റിൽ ജയിക്കുകയും മുസ്ലിം ലീഗ് 2 സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്തു. 1 സീറ്റ് SDP ആണ് ജയിച്ചത്. ബാക്കി സീറ്റിലാണ് 6 വോട്ടും അതുപോലെ കഴിഞ്ഞ തവണ 450 വോട്ടിന് ജയിച്ച സ്ഥലത്തൊക്കെ 100 വോട്ടിനും 35 വോട്ടിനും 40 വോട്ടിനൊക്കെ CPM ജയിച്ചത്. അവിടുത്തെ മൊത്തം വോട്ട് നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ LDFും UDFും തമ്മിലുള്ള അനുപാതം 100-ൽ താഴെ മാത്രം വോട്ടുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ള വളരെ ശ്രദ്ധേയമായൊരു വിജയമാണ് ഖാദർകുട്ടി മാസ്റ്ററുടെ വിജയം. അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ വലിയ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ആ വാർഡിൽ നിന്ന് ലഭിച്ചത്. വാർഡ് 51ആണത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ആ വിജയത്തിനെ തുടർന്ന് CPM വലിയ തോതിൽ പകപോക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളിലേക്കാണ് പോയത്. അവിടെ ഒരു നിർഭാഗ്യകരമായൊരു സംഭവം നടന്നു. വാർഡ് 51ലെയും 50ലെയും പ്രതിഷേധ പ്രകടനങ്ങൾ സംയുക്തമായി സംഗമിച്ച ഒരു പോയിന്റിൽ പടക്കം പൊട്ടുന്നതിനിടയിൽ വീടിൻ്റെ മേൽക്കൂരയ്ക്ക് തീ പിടിച്ചു. എന്നാൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മേൽക്കൂരയിൽ തീ അണക്കുകയും ചെയ്തു. അവിടെ തീ പിടിച്ച വേളയിൽ അവിടെ ഉണ്ടായിരുന്ന LDFിൻ്റെ CPMൻ്റെയൊക്കെ നേതാക്കൾ തീ അണക്കാൻ പോലും സമ്മതിക്കാതെ അത് കത്തട്ടെ എന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വലിയ ദൃശ്യങ്ങളൊക്കെ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കയ്യിലുണ്ട്, നാട്ടിലെല്ലാവരുടെയും കയ്യിലുണ്ട്. തീർച്ചയായിട്ടും ആ തീപിടുത്തത്തെക്കുറിച്ച് വളരെ ഗൗരവതരമായ ചോദ്യങ്ങളും സംശയങ്ങളും നാട്ടുകാരുടെ ഇടയിൽ മുഴുവനുമുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ പക്കലാണ് പടക്കമുണ്ടായിരുന്നത്, അവർ മൂലമാണ് തീ പിടിച്ചത് എന്ന ഒരു വാദത്തിൻ്റെ ഏക ആധാരം തീ പിടിച്ച ആളുടെ വീട് ഒരു CPM പ്രവർത്തകൻ്റെ വീടാണ് എന്നുള്ളതാണ്. പക്ഷേ അവിടെ തീ പിടിച്ച ഭാഗം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ CPM പ്രവർത്തകർ തമ്പടിച്ച് നിന്ന് അവരുടെ പ്രകടനം അവസാനിച്ച ആ പോയിന്റിലുള്ള മേൽക്കൂരയുടെ ഭാഗമാണ് തീ പിടിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള വസ്തുതാപരമായ ഒരു തെളിവുകളും പരിശോധിക്കാതെ അത് മുഖവിലക്കെടുക്കാതെ CPMകാർ എഴുതി കൊടുക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ലീഗ് പ്രവർത്തകരുടെ പേര് നോക്കി അവരെ പ്രതികളാക്കി അവരുടെ വീട്ടിൽ രാവെന്നോ പകലെന്നോ ഇല്ലാതെ പോലീസ് ഇവിടെ തേർവാഴ്ച നടത്തുകയാണ്. തീർച്ചയായിട്ടും സ്ത്രീകളെയും മുതിർന്ന പ്രായമുള്ള ആളുകളെയൊക്കെ അവർ ഭേദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ശരീരഭാഷ കൊണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ് പോലീസ് അവിടെ നിന്നൊക്കെ മടങ്ങുന്നത്. പോലീസിനെ UDFിൻ്റെ നേതാക്കൾ സമീപിക്കുമ്പോൾ ഞങ്ങൾ വീട് കയറില്ല എന്ന് പറയും. എന്നാൽ CPMൻ്റെ നേതാക്കൾ മുകളിൽ നിന്നൊക്കെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുമായിട്ട് വരുമ്പോൾ അവർ ആ വാക്കൊക്കെ തെറ്റിച്ചുകൊണ്ട് വീടുകളിലൊക്കെ കയറി നിരങ്ങുകയാണ്.